മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 9:23-24. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവനെ നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വജീവൻ ത്യജിക്കുന്നവൻ അതിനെ രക്ഷിക്കും. അതുപോലെ തന്നെ കർത്താവ് പറയുന്നു, ഗോതമ്പ് പണി നിലത്ത് വീണഴിയണം. യോഹന്നാന്റെ സുവിശേഷം 12:24. അത് അഴിഞ്ഞാൽ ധാരാളമായി ഫലം പുറപ്പെടുവിക്കും, അല്ലെങ്കിൽ അത് തനിയിരിക്കും. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നാം കാണുന്ന എന്താണ്? കേരളത്തിലെ സഭ ഉദ്ദിഷ്ട കാര്യങ്ങളുടെ പുറകെ നടക്കുന്ന ധ്യാനഗുരുക്കന്മാർ, ധ്യാന കേന്ദ്രങ്ങൾ. ഈ കുരിശ് ആവശ്യമില്ല. കുരിശില്ലാത്ത ഒരു സുഖ ജീവിതം അതാണ് വാഗ്ദാനം ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് സംഭവിക്കുന്നു, സഭ ഓരോ ദിവസവും ബലഹീനമായിക്കൊണ്ടിരിക്കുന്നു. ദേവാലയങ്ങൾ ശൂന്യമായിക്കൊണ്ടിരിക്കുന്നു. യുവജനങ്ങൾ സഭയിൽ നിന്ന് അകന്നു പോകുന്നു. എന്നിട്ടും കോടികൾ മുടക്കി പുതിയ പുതിയ ദേവാലയങ്ങൾ പണിതുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഏറ്റവും ദയനീയമായ സ്ഥിതി സന്യാസ സഭകളുടേതാണ്. പല സഭകളിലും വൃദ്ധരായ സന്യാസികളാണ് കൂടുതലും. അത് പുതിയതായിട്ട് ആരും ചേരുന്നില്ല. ഇതിന്റെ കാരണം അന്വേഷിക്കുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കുന്നില്ല. മുടന്ന ന്യായങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കുക. എന്നിട്ട് അവർ താജ്മഹൽ പോലെ പുതിയ പുതിയ പ്രസ്ഥാനങ്ങളും കെട്ടിടങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിൽ സംഭവിച്ചത് തന്നെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് കുരിശാവശ്യമില്ല. കുരിശില്ലാത്ത ജീവിതം വാഗ്ദാനം ചെയ്യുന്ന ധ്യാന കേന്ദ്രങ്ങൾ, ധ്യാന ഗുരുക്കന്മാർ. അതുപോലെ നമ്മളൊന്ന് ഉത്തരേന്ത്യയിലേക്കൊന്ന് നോക്കുക. ഞായറാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രാർത്ഥനയ്ക്ക് ഒരു വീട്ടിൽ കൂടുന്നു, അല്ലെങ്കിൽ പള്ളിയിൽ കൂടുന്നു. മതഭ്രാന്തന്മാർ പറഞ്ഞ് ചില മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു, അത് ഏറ്റുപറയാൻ ആവശ്യപ്പെടുന്നു. പറഞ്ഞില്ലെങ്കിൽ തല്ലുന്നു, കൊല്ലുന്നു. അവർക്കറിഞ്ഞുകൂടാ ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേർ ഉയരുന്നു, ഉണരുന്നു. അവർ നാട്ടിൻ മോചന കലാഗണത്തിൽ പടരുന്നു. അവിടെ സഭ, ക്രിസ്തീയ സഭ, അത് പെന്തക്കോസ്ത എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, 30ആയിട്ടും 60ആയിട്ടും 100ആയിട്ടും വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ 100 60ആകുന്നു, 60 30ആകുന്നു, ഇപ്പോൾ ശൂന്യമാകുന്നു. അതുകൊണ്ട് കാലത്തിന്റെ ചുവടെഴുത്തുകൾ മനസ്സിലാക്കുക. ആർക്കും മാറാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ യൂറോപ്പിൽ സംഭവിച്ചുകൊണ്ട് ഇവിടെ സംഭവിക്കും. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ കാലത്തിന്റെ ചുവടെഴുത്തുകൾ മനസ്സിലാക്കുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.